ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി ശ്രുതിയോട് അങ്ങ് തുറന്നടിക്കാണ്. എടി, ഒരാൾ നിന്നെ എങ്ങനെ വിരട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ നീ എന്തെങ്കിലും വലിയ തരികിട ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള ആരെങ്കിലും എന്തോ ഒരു കടുക ചെയ്യുന്നുണ്ട്. അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് അയാൾ നിന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി കിളി പോയൊരവസ്ഥയിലാവാണ്. അപ്പോഴായിരിക്കും വർഷയുടെ വക ഒരു മാസ് ഡയലോഗ്. അത് കറക്റ്റാണ് സച്ചിയേട്ടാ. ചില നോവലിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ പഴയ കാലത്തെ എന്തെങ്കിലും കള്ളത്തരം പൊക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫേക്ക് ലെറ്ററുകൾ വരുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ പേടിപ്പിക്കാൻ മാത്രം ഈ സുധിയേട്ടൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന്. സച്ചി വിടാൻ ഭാവമില്ലായിരുന്നു. ഒന്നുകിൽ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് അടിമുടിയൊന്ന് നോക്കുകയാണ് സച്ചി. ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട്, പക്ഷേ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് സഹിച്ചില്ല. നീ എന്താണ് ശ്രുതി ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്നത്? സച്ചി വിടുവോ? പിന്നെ നോക്കാതെ. ഇവർ രണ്ടുപേരും ഒന്നതര ഫ്രോഡുകളല്ലേ, അപ്പോ എന്തെങ്കിലും കാണാതിരിക്കില്ല. രവീന്ദ്രൻ ഉടനെ തന്നെ ഇടപെട്ട് പറഞ്ഞു, എടാ സച്ചി, കുടുംബത്തിലുള്ളവരെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നിനക്കിപ്പോ കാര്യം മനസ്സിലായില്ലേ? അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഭീഷണി വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കള്ളം എവിടെയോ ഉണ്ടെന്ന് സുധി നിഷ്കളങ്കമായി തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാച്ചാ ചെയ്തത്? വർഷ വിട്ടില്ല. സുധിയേട്ടൻ ഈ വീട്ടിൽ ചെയ്ത തെറ്റുകൾക്കൊന്നും കയ്യും കണക്കുമുണ്ടോ? അതിന് സുധിയുടെ മറുപടി, ഞാൻ ചെയ്യുന്നതൊക്കെ അപ്പ തന്നെ പിടിക്കപ്പെടുന്നുണ്ടല്ലോ എന്നാണ്. ശ്രീകാന്തും അത് ശരിവെച്ചു. അത് ശരിയാണല്ലോ, ഈ സുധിയേട്ടന് പിടിക്കപ്പെടാതെ ഒരു കള്ളത്തരം കാണിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. രവീന്ദ്രൻ ശ്രുതിയോട് പറയുന്നത്, തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ നീ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതി കൊടുക്ക്. സച്ചി അത് ചാടി പിടിച്ചു. അതെ, അതാണ് അച്ഛ, അത് തന്നെയാണ് അതിന്റെ വഴി. എടാ സുധി, വാ, നമുക്കിപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാമെന്ന് പറയുന്ന സമയത്തിന്റെ ശ്രുതി ആകെ പെട്ടുപോവാണ്. അയ്യോ നിക്ക്, എന്തിനാ ഇപ്പൊ പരാതിയൊക്കെ കൊടുക്കുന്നത്? രേവതി ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പരാതി കൊടുക്കേണ്ടേ പിന്നെ? ശ്രുതി കട്ടായം പറഞ്ഞു, ഇതൊക്കെ വെറും പൈസക്ക് വേണ്ടിയിട്ടുള്ള നോൺസെൻസ് ആണ്. നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാ മതി. എന്റെ പാർലറിലും വരാണ്ട് ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ. പേടിയില്ല എന്ന് കാണിച്ചാൽ അവർ സ്ഥലം വിടും. പിന്നെ പോലീസ് കേസായി കഴിഞ്ഞാൽ അത് ബിസിനസിനെയൊക്കെ ബാധിക്കില്ലേ? സച്ചിക്കാണെങ്കിൽ ശ്രുതിയുടെ ഈ ഒരു ന്യായീകരണം തീരെ അങ്ങ് പിടിച്ചില്ല. ചന്ദ്രമതിയും ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ശ്രുതി പറയുന്നത് ശരിയാണ്. കടയിൽ പോലീസ് കയറി ഇറങ്ങിയാൽ പിന്നെ ആളുകൾ കരുതും അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന്. അതോടുകൂടെ തന്നെ കച്ചവടം പൂട്ടും. അങ്ങനെ എല്ലാവരും അവിടെ നിന്നങ്ങ് പിരിഞ്ഞു പോവാണ്. പക്ഷേ സച്ചിക്ക് മാത്രം എന്തോ ഒരു വലിയ ആലോചനയിലായിരിക്കും. രേവതി ചോദിക്കുന്നത്, സച്ചിയേട്ടാ എന്താ ഈ ആലോചിക്കുന്നത്? സച്ചിയേട്ടനല്ല ഇത് ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? സച്ചി പറഞ്ഞത്, ആ പാർലറേട്ടത്തി ഇത് പകുതി വഴിയിൽ വെച്ച് തിരിച്ചു വിട്ടതാണ്. ഞാൻ ഇത് കണ്ടുപിടിക്കൂ രേവതി. രേവതിക്ക് പേടിയായി. സച്ചിയേട്ടൻ എന്തിനെങ്ങനെ വെറുതെ ഇതിന്റെ പുറകെ പോകുന്നത്? അന്നേരം സച്ചി ഉറപ്പിച്ചു പറഞ്ഞു, വെറുതെ അല്ല, ആരോ എന്റെ തലയിൽ കുറ്റം ചാർത്താൻ നോക്കിയതാണ്. അവൻ ആരാണെന്ന് ഞാൻ എന്തായാലും പൊക്കുമെന്നൊക്കെ ഉറച്ച തീരുമാനത്തിലായിരിക്കും സച്ചി. എന്നാൽ ശ്രുതി ഇതൊക്കെ ഒളിഞ്ഞു കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ആകെ പേടിച്ചു വിറച്ചുകൊണ്ട് തന്നെ നേരെ മീരയെ കാണാൻ വേണ്ടിച്ചു പോയി. മീരയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടി മീരെ, ആ നവീൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സച്ചി അവൻ നല്ലതുപോലെ ചൂട് പിടിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. മീര ചോദിക്കുന്നുണ്ട്, അയാൾ എന്തിനാ സച്ചിയുടെ പേര് പറഞ്ഞത്? ശ്രുതി പറഞ്ഞു, എന്നാലല്ലേ എന്റെ സമാധാനം അങ്ങ് പോയി കിട്ടുള്ളൂ. അതിനുള്ള കളിയാണ് നവീന്റെ വക. സച്ചി നാട് മൊത്തം കറങ്ങുന്നവരാണ്. നവീനെ അവൻ വേഗം തന്നെ പൊക്കും. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കിയാലേ സച്ചിക്ക് എന്റെ പുറകെ വരാൻ സമയം കിട്ടാതിരിക്കൂ. മീര ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ നീ എന്ത് ചെയ്യും? ശ്രുതിക്ക് പദ്ധതിയുണ്ട്. ശരത്ത് മോഷണം നടത്തുന്ന ആ ഒരു വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ട്. അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. അത് പുറത്തു വന്നാൽ പിന്നെ സച്ചിയും രേവതിയും തമ്മിൽ വലിയ അടിയായിരിക്കും. മീര ഓർമ്മിപ്പിച്ചു, നീ മുൻപ് കട്ടിലിനടിയിലൊക്കെ ഒളിച്ചിരുന്ന് നോക്കിയിട്ടും അതൊന്നും കിട്ടിയില്ലല്ലോ. ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ആ വീഡിയോ എടുക്കാൻ പോകുന്നത് ഞാനല്ല, നീയാണ്. നീ സച്ചിയുടെ വണ്ടി ബുക്ക് ചെയ്യണം. എന്നിട്ട് കാറിൽ വെച്ച് നിന്റെ ഫോൺ ചാർജ് തീർന്നു എന്നും പറഞ്ഞ് അവന്റെ ഫോൺ മേടിക്കണം. ആ ഗ്യാപ്പിൽ വീഡിയോ എന്റെ ഫോണിലേക്ക് അയച്ചു തരണം. അത് കേട്ടതോടുകൂടെ തന്നെ മീര ആകെ ഞെട്ടിപ്പോയി. എടി, നീ ഇതിലൊന്നും എന്നെ പെടുത്തല്ലേ എന്ന് പറയും. സച്ചി അറിഞ്ഞാ പിന്നെ എന്നെ അങ്ങ് കൊന്നുകളയുമെന്ന് പറയാണ് മീര. ശ്രുതി അവളെ സമാധാനിപ്പിച്ചു. സച്ചിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല എന്നും വീഡിയോ അയച്ചിട്ട് അത് ആ മെസ്സേജ് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്താൽ മതിയെന്നും പറയും. മീരക്കപ്പോഴും പേടിയാണ് തോന്നുന്നത്. സിംഹത്തിന്റെ വായിൽ തലയിടുന്നത് പോലെയാണല്ലോ ഇത്. പക്ഷേ ശ്രുതി അവളെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ സച്ചി അമ്പലത്തിലേക്ക് പോയി. ശ്രുതി പറഞ്ഞ ആ ഒരു സ്വാമിമാരെ അന്വേഷിച്ചു. അവിടെ ചില പരിചയക്കാരെ കണ്ടു. സച്ചി, നിനക്ക് ദൈവവിശ്വാസമൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്താ ഇവിടെ? സച്ചി പറയുന്നത്, കല്യാണം കഴിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് മാറി. സച്ചി പയ്യെ അവരോട് തിരക്കി, ഇവിടെ ഇന്നലെ ഒരു സ്വാമിമാര് വന്നിരുന്നോ? അവർ പറഞ്ഞു അതൊരു കള്ളസ്വാമിയായിരുന്നു എന്ന്. പൈസ പിരിക്കാൻ വേണ്ടി വന്നതാണ്. അമ്പലക്കാര് പിടിച്ചപ്പോ അവൻ ഉരുണ്ട് കളിച്ചു. അവസാനം നാട്ടുകാർ തല്ലതുപോലെ അങ്ങ് പെരുമാറിയിട്ടാ അവനെ ഇവിടെ നിന്നും വിട്ടത് എന്ന് പറയും. അവരിൽ ഒരാൾ ആ ഒരു വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടതോടുകൂടെ തന്നെ സച്ചിക്ക് കളി മനസ്സിലായി. ഇവൻ അവനല്ലേ, നവീനല്ലേ? ഇവനെ ഞാൻ മുൻപ് പോലീസിൽ പിടിപ്പിച്ചതാണ്.
ഇവൻ വീണ്ടും ഇറങ്ങി തിരിച്ചോ? സച്ചി പറയുന്നുണ്ട് ഇവനെ കണ്ട ഉടനെ തന്നെ എന്നെ വിളിക്കണം. ആ സമയം മീര സച്ചിയെ വിളിച്ചു. സച്ചിക്ക് അതാരാണെന്നൊന്നും അറിയില്ലായിരുന്നു. മീര പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ മീര വണ്ടിക്ക് കൈ കാണിച്ചു. അന്നേരം സച്ചി അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നീയാണോ എന്റെ വണ്ടി ബുക്ക് ചെയ്തത് എന്ന്. ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. മീര പറയുന്നുണ്ട് എനിക്ക് സച്ചിയുടെ കാറാണെന്ന് അറിയില്ലായിരുന്നു എന്ന്. ഒരു ഫ്രണ്ട് നമ്പർ തന്നതാ. മീര കാറിൽ കയറിയിരുന്നു. യാത്രക്കിടയിൽ തന്നെ മീര വലിയ ടെൻഷനിലായിരുന്നു. സച്ചി ഓരോന്നോരോന്നായി ചോദിച്ചു തുടങ്ങി. നീ എന്താ ഇപ്പോഴും പാർലർ എടുത്തിട്ട് കൂടെ ഇങ്ങനെ കറങ്ങുന്നത്? നിനക്ക് ജോലിയില്ലേ? മീര IT കമ്പനിയിലാണെന്ന് പറഞ്ഞതോടുകൂടെ തന്നെ സച്ചി പറയുന്നുണ്ട് എന്തോ ഒരു നിഗൂഢതയുള്ള കലവറ പോലെയാണ് ആ ഒരു പാർലർ എടുത്ത് എനിക്ക് തോന്നുന്നത്. സച്ചി വീണ്ടും ചോദിച്ചു, മലേഷ്യയിലായിരുന്നോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആദ്യം ഉണ്ടായിരുന്നത്? മീര പറഞ്ഞു, അല്ല, ഞാൻ ഇവിടെ തന്നെയായിരുന്നു. സച്ചി വിട്ടുകൊടുത്തില്ല. ശ്രുതി അവിടെയല്ല ജനിച്ചതും വളർന്നതും. അപ്പോ നിങ്ങൾ എങ്ങനെ കൂട്ടുകാരികളായി? മീര ഒന്ന് പതറിപ്പോയി. പിന്നെ അച്ഛനമ്മമാർ ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ നുണ അങ്ങ് പറഞ്ഞുറപ്പിച്ചു. യാത്രക്കിടയിൽ ശ്രുതി മീരയെ വിളിച്ചു. മീര ഫോൺ ഓഫ് എഴുതുന്നത് പോലെ അങ്ങ് അഭിനയിച്ചു. എന്നിട്ട് സച്ചിയോട് ഫോൺ ചോദിക്കുന്നുണ്ട്. സച്ചി, എന്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി. ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് നിന്റെ ഫോണൊന്ന് തരാമോ എന്ന് ചോദിക്കും. സച്ചി ചാർജർ എടുത്തു കൊടുത്തപ്പോൾ അത് സെറ്റാവില്ല എന്ന് പറഞ്ഞ് മീര ഒഴിഞ്ഞു മാറി. അവസാനം സച്ചി ഫോണ് കൊടുത്തു. മീര വേഗം തന്നെ വീഡിയോ സെർച്ച് ചെയ്യാൻ തുടങ്ങി. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ വിളിക്കുന്നില്ലേ? മീര പറഞ്ഞു, ആ നമ്പർ ആലോചിക്കുവാണ്. അങ്ങനെ തപ്പുന്നൊരിൽ തന്നെ മീരയ്ക്ക് ആ ഒരു വീഡിയോ കിട്ടി. അത് അയക്കാൻ നോക്കുമ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ കോള് വന്നു. സച്ചി വേഗം തന്നെ ആ ഒരു ഫോൺ അങ്ങ് വാങ്ങി രേവതിയോട് സംസാരിച്ചു. സച്ചി പറയുന്നുണ്ട്, എന്റെ കാറിൽ ആരാണെന്നറിയാമോ? നിന്റെ ഫ്രണ്ടാണ് മീര. പിന്നെ രേവതി, ഒരു കാര്യം, ആ കത്തയച്ചാളെ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. ഇത് കേട്ട് മീര ആകെ വിറച്ചു പോവാണ്. നവീനെ സച്ചി പൊക്കിയെന്നറിഞ്ഞപ്പോൾ ശ്രുതിയുടെ കാര്യം പോക്കാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മീര വണ്ടിയിൽ നിന്നും ഇറങ്ങി ശ്രുതിയെ വിളിച്ചു. ശ്രുതി വീഡിയോയെ പറ്റി ചോദിച്ചപ്പോൾ മീര പറയുന്നത്, എനിക്കത് എടുക്കാനൊന്നും പറ്റിയില്ലടി. ഇടയിൽ രേവതി അങ്ങ് വിളിച്ചു. വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ട് അത് നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്കുന്നത് കൃത്യസമയത്താണ് രേവതിയുടെ കോള് വന്നത്. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. ഇത്രയും പ്ലാൻ ചെയ്തിട്ടും നിനക്കിതൊന്നും കിട്ടിയില്ലേ? മീര പറയുന്നുണ്ട്, നീ അതല്ല അറിയേണ്ടത്, നവീനെ സച്ചി കണ്ടുപിടിച്ചു. ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രുതിയുടെ നെഞ്ച് പടപടാ അങ്ങ് പടക്കാൻ തുടങ്ങി. നവീൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന പേടിയിൽ ശ്രുതി ആണെങ്കിൽ ആകെ വിയർത്ത് നിൽക്കുമായിരിക്കും. ശ്രുതിയുടെ നെഞ്ചെടുപ്പ് നിലക്കുന്ന അവസ്ഥയിലായിരുന്നു. സച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന മീരയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ ഒരു ഇടിനാളം പോലെയാണ് മുഴങ്ങിയത്. മീര ഫോണ് കട്ട് ചെയ്ത് ശ്രുതി ആകെ തളർന്നു പോയി. അവൾ അങ്ങ് ബെഡിലേക്ക് തളർന്നിരുന്നു. ഇനി എന്ത് ചെയ്യും? നവീൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എന്നെ വെറുതെ വിടില്ല. ഈ വീട്ടിൽ എന്റെ അവസാന ദിവസമാണോ ഇത്? അവൾ വിറക്കുന്ന കൈകളോടെ ഗ്ലാസ്സിലെ വെള്ളം അങ്ങ് കുടിച്ചു തീർത്തു. പക്ഷേ അവളുടെ ഉള്ളിലെ കുടില ബുദ്ധി പെട്ടെന്ന് തന്നെ ഉണർന്നു. സച്ചി വീട്ടിലെത്തുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യം അനുകൂലമാക്കണം. അവൾ വേഗം ഓടിച്ചെന്ന് തന്റെ കണ്ണിൽ ഗ്ലിസറിൻ തേച്ച് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും സച്ചിയുടെ കാറ് മുറ്റത്ത് വന്നു നിന്നു. സച്ചി കാറിൽ നിന്നും ഇറങ്ങുന്നത് വളരെ ഗൗരവത്തിലാണ്. രേവതി ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചി അകത്തേക്ക് കയറി വന്നതും ചന്ദ്രമതിയും രവീന്ദ്രനും അങ്ങോട്ടേക്ക് വന്നു. സച്ചി, നീ നവീനെ കണ്ടുപിടിച്ചു എന്ന് ഫോണിൽ പറഞ്ഞല്ലോ. ആരാണവൻ? എന്തിനാണവൻ ശ്രുതിയെ ശല്യം ചെയ്യുന്നത് എന്ന് രവീന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. സച്ചി ശ്രുതിയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു പുച്ഛം കലർന്ന ഗൗരവമുണ്ടായിരുന്നു. അച്ഛാ, ആ നവീൻ പറയുന്നവൻ ഒരു വെറും കള്ളനൊന്നുമല്ല. അവനൊരു ബ്ലാക്ക് മെയിലറാണ്. പക്ഷേ അവൻ പറഞ്ഞ പല കാര്യങ്ങളും കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നും. സച്ചി തന്റെ ഫോൺ എടുത്തു. അപ്പോഴേക്കും ശ്രുതി അലറിക്കരഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ കാലിൽ അങ്ങ് വീഴാണ്. സച്ചി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവൻ പറയുന്നതൊക്കെ പച്ച കള്ളമാണ്. എന്നെയും കുടുംബത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പണ്ടേ നോക്കുന്നതാണ്. മലേഷ്യയിൽ വെച്ച് അവൻ എന്റെ പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് എന്നൊക്കെ പറയും. ശ്രുതിയുടെ അഭിനയം കണ്ട് രേവതി പോലും ഒരു നിമിഷം അങ്ങ് സംശയിച്ചു പോയി. പക്ഷേ സച്ചി കുലുങ്ങിയില്ല. എടി ശ്രുതി, നിന്റെ ഈ അഭിനയമൊക്കെ ഇനി ഇവിടെ നടക്കത്തില്ല. നവീൻ എന്നോട് പറഞ്ഞത് നീയും അവനും തമ്മിലുള്ള പഴയ ചില ബിസിനസ് ഇടപാടുകളെ പറ്റിയിട്ടാണ്. നീ മലേഷ്യയിലേക്കൊന്നും പോയിട്ടില്ല. നീ ഇവിടെ വെച്ച് നടത്തിയ ചില തട്ടിപ്പുകളും തെളിവ് സഹിതം തന്നെ അവന് കാണിച്ചു തന്നു. വീട്ടുകാരെല്ലാവരും ഇത് കേട്ടതോടുകൂടി തന്നെ ആകെ ഞെട്ടിപ്പോയി. സച്ചി തന്റെ ഫോണിലെ ഒരു റെക്കോർഡിംഗ്സ് അങ്ങ് പ്ലേ ചെയ്തു. അതിൽ നവീൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു ശ്രുതി എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത് എന്നും പണം സമ്പാദിക്കുന്നത് എന്നും ഏത് പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവൾ ബ്യൂട്ടി പാർലർ നടത്തുന്നത് എന്നും പിന്നെ ആ ഒരു 50 ലക്ഷം രൂപയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് രവീന്ദ്രന് ഭയങ്കര അങ്ങ് ദേഷ്യം കൊണ്ട് വിറച്ചു. ശ്രുതി, നീ ഇത്ര വലിയൊരു ചതിയെത്തിയായിരുന്നോ? ഞങ്ങളെല്ലാവരും നിന്നെ എത്രമാത്രം വിശ്വസിച്ചു. എന്നിട്ട് പോലും നീ ഞങ്ങളെ പറ്റിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാണ് രവീന്ദ്രൻ. പക്ഷേ ഈ കഥ അവിടെയൊന്നും തീരുന്നില്ല. സച്ചി അടുത്ത ബോംബങ്ങ് പൊട്ടിക്കാണ്. ഇത്രയും പോരാതെ അച്ഛാ, ശരത്ത് ആന്റണിയുടെ പേഴ്സ് മോഷ്ടിക്കുന്ന വീഡിയോ കൂടി ഇവളുടെ കയ്യിലുണ്ട്. അത് കാണിച്ച് അവൾ രേവതിയെയും ശരത്തിനെയും പേടിപ്പിക്കുകയായിരുന്നു. രേവതി ഞെട്ടലോട് കൂടെ തന്നെ ശ്രുതിയെ നോക്കി. താൻ ഇത്രയും കാലം സ്നേഹിച്ച ചേച്ചി തന്നെയാണോ ഇതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. ശ്രുതിക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലായി. അവൾ തന്റെ തനി നിറമങ്ങ് പുറത്തെടുത്തു. അതെ, ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്തു. എനിക്ക് ജീവിക്കണം. നിങ്ങളെപ്പോലെ ആർക്കും വേണ്ടാത്ത പുണ്യാളത്തി ചമയാനൊന്നും എനിക്ക് സൗകര്യമില്ല.
സച്ചി, നീ ഇത് എല്ലാവരോടും പറഞ്ഞല്ലോ, ഇനി നിനക്ക് സമാധാനമുണ്ടാവില്ല. അവൾ ദേഷ്യം കൊണ്ട് തന്റെ റൂമിലേക്ക് കയറിയിട്ട് അങ്ങ് വാതിലടച്ചു. സച്ചി രേവതിയുടെ അരികിൽ ചെന്ന് അവളുടെ തോളിലങ്ങ് കൈവച്ചു. രേവതി, നീ പേടിക്കൊന്നും വേണ്ട. ശരത്തിന്റെ ആ ഒരു വീഡിയോ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. നവീനെ ഞാൻ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഇനി അവളുടെ ഈ ഒരു കളിയൊന്നും ഈ വീട്ടിൽ നടക്കില്ല. സച്ചിയുടെ വാക്ക് കേട്ട് ആ വീട്ടിൽ വലിയൊരു സമാധാനം കൊണ്ടുവന്നു. എന്നാൽ ശ്രുതിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നായിരുന്നു എല്ലാവരുടെയും ആദി. ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയായിരുന്നു അപ്പോൾ ആ വീട്ടിൽ സംഭവിക്കുന്നത്. ഇനി ശ്രുതിയുടെ കള്ളത്തരമെല്ലാം പൊക്കുന്നതോടുകൂടെ തന്നെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ രംഗങ്ങളാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.